ആ പൊയ്ക്കോട്ടെ. അതിന്റെ പുറകെ കൊണ്ട് നിർത്തേണ്ട വണ്ടി ഒന്നും ആനയ്ക്ക് കറക്റ്റ് 50-55 മിനിറ്റോട് നമ്മൾ വണ്ടാഴിയിൽ നിന്ന് പാലക്കാട് എത്തി. പക്ഷേ പാലക്കാട് ടൗണിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു ഗുലുമാല്. നമ്മളുടെ മണപ്പുള്ളിക്കാവ് വേല പ്രമാണിച്ചിട്ട് എല്ലാ സൈഡും ബ്ലോക്കാണ്. ഇവിടെ പോകുമ്പോൾ അതേ കൂടെ പോകാൻ പറയുന്നു, അതേ കൂടെ പോകുമ്പോൾ ഇതേ കൂടെ പോകുമെന്ന് പറയുന്നു. അപ്പോൾ ആനയുടെ ആ ഒരു എഴുന്നള്ളിപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ആനയുടെ പിന്നാലെ ഇങ്ങനെ മെല്ലെ മെല്ലെ അരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേറൊരു കോൾ വരുന്നത്. ഒരു പകയൻ ബാംഗ്ലൂരിൽ നിന്നും കുറച്ച് സമയത്തിന് ഇന്ന് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്, പാലക്കാടൊന്ന് കാണണം. ഇപ്പം ഞാനും അവതാളത്തിലായി. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ പാലക്കാട് കാട്ടുക? അന്ന് മണപ്പുള്ളിക്കാവ് വേലയായതുകൊണ്ട് തന്നെ എല്ലാവിടെയും നമ്മൾക്ക് ഒരു യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ചെങ്കിലും. ഇല്ലെങ്കിൽ നമുക്കത് സാവകാശമൊക്കെ നടന്ന് എല്ലാവിടെയും ഒരു ദിവസം കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. പാലക്കാട് ടൗണിൻ്റെ ഉള്ളിലുള്ള ഇല്ലെങ്കിൽ കൽപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇപ്പോൾ ഈ നേരത്ത് എന്തായാലും പറ്റില്ല. അപ്പം നമ്മളൊരു കാര്യം തീരുമാനിച്ചു, വേറെ ഏതെങ്കിലും ഒരു ഔട്ടർ, ഒരു വെളി സ്ഥലം, പാലക്കാട് നിന്നും തൊട്ടടുത്തുള്ള ഏതെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും പോകാം. അങ്ങനെ ആ ഒരു സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾക്ക് ഇവിടെ തിരിച്ചെത്തി കൽപ്പാത്തിയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പുള്ളിയെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ള ഒരു തോന്നലാണ് നമുക്കുണ്ടായത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മൾ നേരെ പോകുന്നത് കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു. അതിനുശേഷം നമ്മൾ നേരെ അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഭവാനി പുഴയിലൂടെ ഒരു കടത്തുണ്ട്. അവിടെ ബാമ്പു, നമ്മളുടെ മുളയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കടത്ത്. അതിലൂടെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് അത് നമ്മളിതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വെളിയിൽ നിന്നൊരാൾ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു കൗതുകമായിരിക്കും. അപ്പോൾ അവരെയും കൊണ്ടുവന്ന് ആ പുഴ, ഭവാനി പുഴയുടെ അപ്പുറവും ഇപ്പുറവും ഒന്ന് കടന്നു. ഈ കടത്തിലൂടെ ഈ പുഴ മുറിച്ച് കിടക്കുമ്പോഴും എൻ്റെ ചിന്ത ഇത് കഴിഞ്ഞ് ഇനി വേറെ എവിടേക്കാണ് പോകേണ്ടത് എന്നാണ്. കാരണം കുറച്ച് സ്ഥലങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ കാണിച്ചു കൊടുക്കണമെന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മളിനി അടുത്തുള്ള ഒരു ഏതാണ് പുള്ളിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള ഒരു ആലോചനയിലാണ് നമ്മളുള്ളത്. നമ്മളപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നേരെ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഏതാണ്. ഈ മരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ആ വള്ളികളും അതേമാതിരി നിറയെ ജനക്കൂട്ടവും ചിലരുടെയൊക്കെ കയ്യിൽ ഉള്ള ആ പൂവൻ കോഴിയും ഇതെല്ലാം നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പാലക്കാടിൽ ഇങ്ങനെയുള്ള ഒരു എനിക്ക് തോന്നുന്നു രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മളുടെ കുഴൽമന്നത്തിന് അടുത്തുള്ള മലയപ്പൊതി ഭഗവതി മലയപ്പൊതിയാണ്. അതേമാതിരി നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് കൊല്ലങ്കോടിന് അടുത്തുള്ള പ്രകൃതി ക്ഷേത്രമായിട്ടുള്ള കറുപ്പസ്വാമിയുടെ ചിങ്ങഞ്ചിറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചിങ്ങഞ്ചിറയിലും മലയപ്പൊതിയിലുമൊക്കെ ഇങ്ങനെയാണ് അവിടുത്തെയൊക്കെ ആചാരങ്ങൾ. നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യസിദ്ധിക്കായിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭീഷ്ടം സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനു മുൻപും അത് സാധിച്ച ശേഷവും ഇവിടെ വന്ന് നമ്മൾ തന്നെ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അവിടുത്തെ ആ ഒരു ദൈവങ്ങളെ മൂർത്തികളെയൊക്കെ തൃപ്തിപ്പെടുത്തുക. അവർക്ക് ആ പ്രസാദങ്ങൾ നമ്മൾ അവിടെ വെച്ച് തന്നെ എല്ലാവരും കൂടെ ഭക്ഷിക്കുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെയൊക്കെ ഓരോ രീതികൾ. രാത്രി 9:30-ക്കാണ് ഇനി ബാംഗ്ലൂർക്കുള്ള അദ്ദേഹത്തിൻ്റെ ബസ്. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾക്ക് എല്ലാവരുടെയും ഒന്ന് കണ്ടു തീർക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ ഉച്ചഭക്ഷണത്തിന് മുൻപായി തന്നെ നമ്മൾക്ക് ഇനി സീതാർകുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം. സീതാർകുണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കമ്മിയാണ്, എങ്കിലും കൂടെ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുക സീതാർകുണ്ടിലേക്കാണ്. സീതാർകുണ്ടും ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പും പല പ്രാവശ്യം നമ്മളുടെ വീഡിയോയിലൂടെ നമ്മളുടെ ഈ ചാനലിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും കാണിക്കാൻ തുനിയുന്നില്ല. അപ്പോൾ അവിടേക്ക് കൂടെ പോയിട്ട് വേണം നമ്മൾക്ക് ഉച്ചഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഇനി നേരെ നമ്മൾ ആ ഒരു സീതാർകുണ്ട് അതേമാതിരി തന്നെ നമ്മളുടെ താമരപ്പാടം ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പുള്ളിക്ക് കാണിച്ചു കൊടുക്കണം. ഒഴിവ് ദിവസങ്ങളെന്നോ ശനിയാഴ്ച എന്നോ ഞായറാഴ്ച എന്നോ അങ്ങനെ ഒന്നുമില്ല.
മലയപ്പൊതിയിലായാലും ശരി, ചിങ്ങഞ്ചിറയിലായാലും ശരി, എപ്പോൾ വന്നാലും തിരക്കാണ്. അവിടെ ഭക്തജനങ്ങളുടെ ഒരുപാട് തിരക്കുകൾ നമ്മൾക്ക് കാറിലും അതേമാതിരി തന്നെ ഇരുചക്ര വാഹനങ്ങളിലും ഒക്കെ ഒരുപാട് ആളുകൾ എപ്പോഴും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ നിന്നും ഇനി ഒരു ചായയും എന്തെങ്കിലും ഒരു ചെറുകടിയുമൊക്കെ കഴിച്ച് നമ്മൾക്ക് യാത്ര തിരിക്കാം. അതിനുശേഷം നമ്മൾ പോകുന്നത് സീതാർകുണ്ട്, അതേമാതിരി തന്നെയാണ് താമരപ്പാടം, അവിടെയൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് എന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കും. അപ്പോഴാണ് നമ്മളുടെ സുഹൃത്ത് ഒരു ആഗ്രഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു ട്രഡീഷണലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അച്ചാറോ, വീട്ടിലുണ്ടാക്കുന്ന അച്ചാറ്, അതേമാതിരി വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും മധുര പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണം ബാംഗ്ലൂർക്ക് എന്ന്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് നമ്മളുടെ കൽപ്പാത്തി അദ്ദേഹത്തിന് കാണുകയും വേണം. കൽപ്പാത്തിയിലെ ആ ക്ഷേത്രങ്ങളും ഒക്കെ കാണുകയും വേണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർത്തത് കൽപ്പാത്തിയിലെ ആ ഒരു സ്ട്രീറ്റിലൊക്കെ വിൽക്കുന്ന ആ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് സ്വീറ്റ്സിനെ പറ്റിയൊക്കെയാണ്. അതേമാതിരി തന്നെ അവിടുത്തെ അച്ചാർ മാമിയുടെ കടയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് അച്ചാറുകൾ അതും കൂടെ വാങ്ങി, 1-2 ടൈപ്പിലുള്ള അച്ചാറുകളൊക്കെ വാങ്ങി. സമയവും ഏതാണ്ട് 7:30 അടുത്തിരിക്കുന്നു. ഇനി വീട്ടിലേക്ക് പോയി അവിടെ നിന്നും എന്തെങ്കിലും ലഘുഭക്ഷണം രാത്രിയിൽ കഴിച്ച് നമ്മൾക്ക് അദ്ദേഹത്തെ 9:30 മണിക്കുള്ള ആ ഒരു ബസ്സിൽ കയറ്റിവിടുകയും വേണം. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഒരു അതിഥി പ്രത്യക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ വന്ന് അദ്ദേഹത്തിന് പാലക്കാടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അല്പനേരം കറങ്ങണം എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിവരണമായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, എൻജോയ്.